തൃശ്ശൂരിൽ ഈ പെരുവനം മേളഗ്രാമം എന്ന പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പെരുവനത്തെ പറയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, പെരുവനം ഗ്രാമത്തിലെ പ്രധാന ക്ഷേത്രമാണ് പെരുവനം മഹാദേവ ക്ഷേത്രം. പെരുവനം മഹാദേവ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലെ പെരുവനം നടവഴിയിലാണ് പെരുവനം പൂരത്തിൻ്റെ മേളങ്ങളെല്ലാം നടക്കുന്നത്. ഏകദേശം 5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മഴമംഗലത്ത് നമ്പൂതിരിയും പണ്ടാരത്തിൽ രാമമാരാരും ചേർന്ന് ഊരകത്തമ്മ തിരുവടിയുടെ എഴുന്നള്ളിപ്പിനാണ് ഇന്ന് കാണുന്ന പഞ്ചാരിമേളം ആദ്യമായി ചിട്ടപ്പെടുത്തിയത് എന്നാണ് പറയുന്നത്. പിഷാരിക്കൽ ഭഗവതിയുടെ പഞ്ചാരിമേളം, അതുപോലെ ചാത്തക്കുടം ശാസ്താവിൻ്റെ പഞ്ചാരിമേളം, ഊരകത്തമ്മ തിരുവടിയുടെ പഞ്ചാരിമേളം, ചേർപ്പ് ഭഗവതിയുടെ പഞ്ചാരിമേളം, അങ്ങനെ 4 പഞ്ചാരിമേളം അതിഗംഭീരമായി ഒരു രാത്രി, അതായത് വൈകിട്ട് 4 മണി മുതൽ പിറ്റേന്ന് രാവിലെ 7 മണി വരെയുള്ള സമയത്ത് നടക്കുകയാണ്. ഒരു പാണ്ടിമേളവും, അതായത് ആറാട്ടുപുഴ ശാസ്താവിൻ്റെ പാണ്ടിമേളവും അതിഗംഭീരമായി തന്നെ നടക്കുകയാണ്. അപ്പോൾ ഇത്രയും മേളങ്ങൾ ഒരേ വേദിയിൽ വെച്ച് നടക്കുകയും പെരുവനം ഗ്രാമ പഴയകാലത്തെ പ്രശസ്തരായ മാരാർ കുടുംബങ്ങൾ, നിരവധിയായ മാരാർ കുടുംബങ്ങളുണ്ട്. പണ്ടാരത്തിൽ മാരാത്ത്, പെരുവനം മാരാത്ത്, ചക്കംകുളങ്ങര മാരാത്ത്, അന്തിക്കാട് മാരാത്ത്, കുമരപുരത്ത് മാരാത്ത്, കുറുപ്പത്ത് മാരാത്ത്, കേളത്ത് മാരാത്ത്, കേളുപറമ്പത്ത്, ഇങ്ങനെ നിരവധിയായ ഏകദേശം 18-20 മാരാർ കുടുംബങ്ങളുണ്ട്. ഈ കുടുംബത്തിലെ ആളുകളൊക്കെ പെരുവനം ഗ്രാമവുമായി വളരെയധികം ബന്ധപ്പെട്ട ആളുകളാണ്. അപ്പോൾ ഈ പെരുവനം ആറാട്ടുപുഴ പൂരങ്ങളിൽ തന്നെ നിരവധിയായ പഞ്ചാരിമേളങ്ങളും പാണ്ടിമേളങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. മധ്യ കേരളത്തിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഞ്ചവാദ്യത്തിന് 100 കൊല്ലത്തെ പഴക്കമുള്ളൂ എന്ന് വെച്ചാൽ പഞ്ചാരിമേളത്തിന് 500 കൊല്ലത്തെ പഴക്കമുണ്ട്, പാണ്ടിമേളത്തിന് അതിനേക്കാളേറെ പഴക്കമുണ്ട്. അപ്പോൾ ഈ മേളമാണ് മധ്യ കേരളത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഏറ്റവും ചെറിയ കുട്ടികൾക്ക് വരെ വളരെ ഭംഗിയായി ആസ്വദിക്കാൻ പറ്റാവുന്ന ഒന്നാണ്. ഏത് താളമറിയാത്ത ആളുകൾ വരെ ആ മേളത്തിൻ്റെ മുമ്പിലെത്തിയ 2 മിനിറ്റ് കൊണ്ട് ആ ആളുടെ തലയും കയ്യും ശരീരവും ഒക്കെ ഈ മേളവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു തുടങ്ങിക്കോളും. അപ്പോൾ മേളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ടുള്ള ഒരു കലാരൂപമാണ്, ഒരു സംഘകലയാണ്. പഴയകാലത്തെ കാരണവന്മാരെല്ലാവരും വളരെ ഭംഗിയായി അത് അഭ്യസിച്ചിരുന്നു, ഭംഗിയായി അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. അത് വളരെ ഭംഗിയായി നടന്നു പോരുകയും ചെയ്യുകയാണ് ഉണ്ടാവുന്നത്. മേളങ്ങൾ പലതരത്തിൽ അറിയപ്പെടുന്നുണ്ട്. പഞ്ചാരിമേളം, ചെമ്പട, പാണ്ടിമേളം, നടപ്പാണ്ടിമേളം. എന്താണ് ഈ മേളങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ? ഈ മേളങ്ങൾക്കൊക്കെ താളഘടനയിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇൻസ്ട്രുമെന്റ്സിൽ വ്യത്യാസമുണ്ടോ? ഇൻസ്ട്രുമെന്റ്സിൽ ഒന്നും വ്യത്യാസമില്ല. എല്ലാ മേളങ്ങൾക്കും ഒരേ ഇൻസ്ട്രുമെന്റ്സ് തന്നെയാണ്. ഉരുട്ട് ചെണ്ട, വീക്കൻ ചെണ്ട, ഇലത്താളം, കുറുങ്കുഴൽ, കൊമ്പ് എന്നിങ്ങനെയുള്ള വാദ്യോപകരണങ്ങളാണ് എല്ലാ മേളങ്ങളിലും ഉപയോഗിക്കുന്നത്. പഞ്ചാരി മേളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 96 അക്ഷരകാലത്തിൽ തുടങ്ങി 6 അക്ഷരകാലത്തിൽ അവസാനിക്കുന്നതാണ്. പാണ്ടിമേളത്തിന് 14 അക്ഷരകാലത്തിൽ തുടങ്ങി, അല്ലെങ്കിൽ 14ഉം 7ഉം ഒക്കെ ആ താളത്തിൻ്റെ ഘടനയിലുള്ള വ്യത്യാസമാണ്. നടപ്പാണ്ടിയായാലും അടന്തയായാലും ചെമ്പടയായാലും അഞ്ചടന്തയായാലും ചെമ്പയായാലും അങ്ങനെ നിരവധിയായ മേളങ്ങളുണ്ട്. ഇതിനൊക്കെ താളത്തിലാണ് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നത്. അത് ആസ്വാദനത്തിൻ്റെ കേമത്വം കൊണ്ട് ആസ്വാദകർ അത് കൂടുതൽ മേളത്തെക്കുറിച്ച് അറിയുമ്പോൾ അതിൻ്റെ വ്യത്യാസങ്ങൾ അറിയുമെങ്കിലും ഈ താളവും ഇതൊന്നും അറിഞ്ഞില്ലെങ്കിലും സാധാരണക്കാരായ ആളുകൾക്ക് എല്ലാവർക്കും ഭംഗിയായി മേളം ആസ്വദിക്കാൻ കഴിയും. മേളത്തെ ഭംഗിയായി കൊണ്ടുപോകാൻ ഇന്നത്തെ നിരവധിയായ കലാകാരന്മാരുമുണ്ട്. ഈ മേളത്തിൽ കാലം മാറുന്നു എന്ന് പറയുന്നുണ്ട്. അത് എന്താണ് ഈ കാലം മാറുക? കാലം മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, പഞ്ചാരി മേളം പതികാലം, ആദ്യത്തെ കാലം എന്ന് പറയുന്നത് 96 അക്ഷരകാലത്തിലാണ്. ചെമ്പടവട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഓരോ കണക്കുണ്ട് അതിന്. അതിൻ്റെ നില എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ ഘട്ടം, അത് കഴിഞ്ഞ തക്കിട്ട ഘട്ടം, കുഴമറിഞ്ഞ ഘട്ടം. അപ്പോൾ അതിങ്ങനെ താഴത്ത് നിന്ന് ഒരു ഗോപുരം കണക്കിയാണ് ഇതിങ്ങനെ പോകുന്നത്. ഒരു ഗോപുരം കണക്കെ പോയി അതൊരു ഘട്ടമാവുമ്പോൾ അത് ഈ 96 അക്ഷരകാലം കൊട്ടാൻ പറ്റാതാവുന്ന, അതായത് താളം വളരെ മുറുകുമ്പോൾ അത് നേരെ അതിൻ്റെ പകുതി താളത്തിലേക്ക്, എന്ന് വെച്ചാൽ 48ലേക്ക്, പിന്നെ അത് 24ലേക്ക്,
പിന്നെ അത് 12ലേക്ക്, പിന്നെ 6ലേക്ക് ഒക്കെ ഇങ്ങനെ ചുരുങ്ങി വന്ന് ഒരു ഗോപുരം കണക്കെ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അത് പാണ്ടിയിലായാലും അങ്ങനെ തന്നെയാണ്. അതിൻ്റെ ആ ഘടന, അത് പാണ്ടി ആയാലും പഞ്ചാരി ആയാലും ഒക്കെ അതിങ്ങനെ വളരെ ഭംഗിയായി ഒരു ഗോപുരം കണക്കെ കൊട്ടി കൂർപ്പിക്കുമ്പോഴാണ് ആ മേളം ഭംഗിയാവുന്നത്. നമ്മൾ പൊതുവിൽ ഒരു മേളം എന്ന് പറയുന്ന സമയത്ത് എല്ലാവരും പെട്ടെന്ന് പറയുന്ന ഒരു പേരാണ് പഞ്ചവാദ്യം എന്ന് പറയുന്നത്. മേളവും പഞ്ചവാദ്യവും രണ്ടാണ്. മേളമല്ല ശരിക്കും. അല്ല അത് എന്താ? അത് അയ്യോ പറഞ്ഞല്ലോ, മേളത്തിൽ ഞാൻ ഇൻസ്ട്രുമെന്റ്സിന്റെ പേര് പറഞ്ഞല്ലോ. പഞ്ചവാദ്യം എന്ന് പറഞ്ഞാൽ പഞ്ചവാദ്യത്തിൽ തിമില ആണ് നായകൻ, അതുപോലെ തന്നെ മദ്ദളം, കൊമ്പ്, അതുപോലെ തന്നെ ഇലത്താളം, എടയ്ക്ക, ഇതൊക്കെയാണ് പഞ്ചവാദ്യത്തിൽ ഉപയോഗിക്കുന്നത്. പിന്നെ ശംഖ് നാദം മുഴക്കിക്കൊണ്ടാണ് പഞ്ചവാദ്യം ആരംഭിക്കുക. അത് സാധാരണ പൂരങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും ഇപ്പോൾ പെരുവനമാറാട്ടുപുഴ പൂരങ്ങളിൽ തൈക്കാട്ടുശ്ശേരി പൂരത്തിന് പഞ്ചവാദ്യമുണ്ട്, ചക്കംകുളങ്ങര വിളക്കിന് പഞ്ചവാദ്യമുണ്ട്, എടക്കുന്നി വിളക്കിന് പഞ്ചവാദ്യമുണ്ട്, പെരുവനം പൂരത്തിന് ചേർപ്പ് ഭഗവതിക്ക് പഞ്ചവാദ്യമുണ്ട്, ആറാട്ടുപുഴ പൂരത്തിന് തൃപ്രയാർത്തവർക്ക് പഞ്ചവാദ്യമുണ്ട്, തൊട്ടിപ്പാൾ ഭഗവതിക്ക് പഞ്ചവാദ്യമുണ്ട് എന്ന് തുടങ്ങി നിരവധിയായ, നെട്ടിശ്ശേരി ശാസ്താവിന് പഞ്ചവാദ്യമുണ്ട്, നിരവധി സ്ഥലങ്ങളിൽ പഞ്ചവാദ്യമുണ്ട്. പക്ഷെ തൃശ്ശൂർ പൂരത്തിനെ സംബന്ധിച്ച് പഞ്ചവാദ്യം അതിൽ ഉൾപ്പെടുന്നില്ല. അല്ല, തൃശ്ശൂർ പൂരത്തിന് മടത്തിൽ വരവ് പഞ്ചവാദ്യം, അതുപോലെ തന്നെ പാറമേക്കാവിന് രാത്രി പഞ്ചവാദ്യം, മയ്യന്തോളിൻ്റെ പഞ്ചവാദ്യം ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഒരു 100 വർഷത്തെ പഴക്കമാണ് ഇന്നത്തെ പഞ്ചവാദ്യത്തിന്. അതിനു മുമ്പ് പഞ്ചവാദ്യം ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റേ മദ്ദളത്തിന് പകരം തൊപ്പി മദ്ദളവും, കൊമ്പിന് പകരം കുറുങ്കുഴലും, ഇലത്താളത്തിന് പകരം ചേങ്ങലയും ഒക്കെയായിട്ട് പഞ്ചവാദ്യം നടന്നിരുന്നു. ഇന്നത്തെ ആ ഘടനയിലേക്ക് പഞ്ചവാദ്യം വന്നിട്ട് ഒരു 100 വർഷത്തെ പഴക്കമാണ്. തൃശ്ശൂരിൻ്റെ ഒരു ഐക്കണാണ് തെക്കേ ഗോപുരനട. പക്ഷെ അത് എല്ലാ സമയവും അടഞ്ഞു കിടക്കുന്നത് കാണാം. പൂരത്തിന് തെക്കേ ഗോപുരനട തുറന്ന് വരുന്ന വലിയൊരു ചടങ്ങുണ്ട്. ഇപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ എൻ്റെ ഒരു വീഡിയോ പകർത്താൻ തന്നെ ഭയങ്കര ബഹളമാണ്. അത് ഏതൊക്കെ ദിവസങ്ങളിലാണ് ഈ തെക്കേ ഗോപുരനട തുറക്കുന്നത്? പ്രധാനമായി വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ തെക്കേ ഗോപുരം തുറക്കുന്നത് പൂരത്തിന് തലേന്ന് ഒന്ന് തുറക്കും, പൂര ദിവസം രാവിലെ മുതൽ വൈകിട്ട് വരെ തുറക്കും, പിന്നെ ശിവരാത്രി ദിവസം തുറക്കും. ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ മാത്രമാണ് തെക്കേ ഗോപുരം തുറക്കുന്നത്. പഴയ കാലത്ത് വടക്കുംനാഥൻ്റെ തെക്കേ ഗോപുരത്തിനപ്പുറം കൊടും കാടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അക്കാലങ്ങളിൽ വ്യാപകമായിട്ട് തുറന്നിരുന്നില്ല. പഴയ കാലത്ത് വലിയ കുറ്റം ചെയ്തിട്ടുള്ള ആളുകളെ രാജാവ് വടക്കുംനാഥൻ്റെ തെക്കേ ഗോപുരത്തിൻ്റെ അവിടെ വന്ന് പണ്ടാരശംഖ് വിളിച്ച് അദ്ദേഹത്തെ തെക്കേ ഗോപുരം കടത്തി വിട്ട് കഴിഞ്ഞാൽ ആൾ മരിച്ചു എന്നാണ് സങ്കല്പം. അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു. അതിപ്പോൾ 300, 400, 500 ഒക്കെ കൊല്ലം മുമ്പായിരിക്കാം. പിന്നീട് ആ പരിസരം മുഴുവൻ തേക്കിൻകാടായിരുന്നു എന്നും അത് മുറിച്ച് പിന്നീട് ഇങ്ങനെ ഇന്നത്തെ നഗര പറയപ്പെടും.